അങ്ങനെ നമ്മുടെ ശിവൻ എത്തുന്നുണ്ട്. അതായത് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ അമ്മയുടെ ഏട്ടനാണ് എത്തണത്. അയാൾ ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കടയത്തെ ആൾക്കാരൊക്കെ പറയുന്നത് നന്നായേ ഉള്ളൂ ശിവേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ഒരാൾക്കാർ എത്തിയിട്ടുണ്ട്, ശിവേട്ടൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. ആ സമയത്ത് ശിവൻ ചോദിക്കുന്നുണ്ട് ആരാ എത്തിനെ ഇവിടെ, ആരാ എത്തിനെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കടയത്തെ ആൾക്കാർ പറയേണ്ടത് ഭാസ്കരൻ എന്ന് പറയുന്നുണ്ട്. ഭാസ്കരൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ശിവന് ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ്റെ പെങ്ങളെ കൊന്ന ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ വേഗം ചെല്ലുന്നത് ഭാസ്കരൻ്റെ അടുത്തേക്കാണ്. ഭാസ്കരനാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് നമ്മുടെ ഭാസ്കരനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് അപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത്, ഞങ്ങളെ പെങ്ങളെ കൊന്നിട്ട് അണക്ക് എങ്ങനെയാണ് അങ്ങോട്ട് വരാനുള്ള ധൈര്യം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഭാസ്കരനോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അടി കൂടാൻ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ സുധീഷ് അവൻ്റെ അച്ഛനെ അടിക്കണ കാണുമ്പോൾ സഹിക്കില്ല. സുധീഷും കൊണ്ടുപോയിട്ട് തടുക്കണമൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പം നമ്മുടെ സുധീഷ് ഉന്തിയിടുന്നുണ്ട്. സുധീഷിനെ ഉന്തിയിടുന്ന സമയത്ത് നമ്മുടെ സുധീഷിൻ്റെ തോള് പോയിട്ട് മുട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ അപ്പം ഇവിടെ വന്ന അടി കൂടെ, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ അമ്മയുടെ ഏട്ടനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത്ര കാലം നിങ്ങളില്ലാത്ത ഇപ്പം എന്തിനാണ് ഞങ്ങളുടെ അച്ഛനെ വന്ന് അടിക്കണം നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്ര കാലം നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ചോ, ഞങ്ങൾ അന്ന് അമ്മ മരിച്ചിട്ട് അങ്ങനെ ഇട്ട് പോയതല്ലേ, ഇപ്പം എന്താ നിങ്ങളിപ്പോൾ ബന്ധം പുതുക്കാൻ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അങ്ങനെ ഇട്ട് പോകുന്നതല്ലല്ലോ, നിങ്ങളോട് ഞങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചതല്ലേ, നിങ്ങൾ ഇനി എൻ്റെ ഒപ്പം പോരണോ അത് നിങ്ങളുടെ അച്ഛൻ്റെ ഒപ്പം നിൽക്കണം, അപ്പം നിങ്ങൾ മൂന്നാളല്ലേ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ ഒപ്പം നിൽക്കണം, അതല്ലേ ഞങ്ങൾ ഇട്ട് വെച്ച് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് അമ്മാമ്മ പടി വേണ്ട നിങ്ങൾ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഒരുവിധം സമാധാനപ്പെടുത്തിയിട്ട് നമ്മുടെ ശിവനെ പറഞ്ഞയക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശിവൻ പോണ സമയത്ത് നമ്മുടെ ഭാസ്കരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ മുഖങ്ങൾ ശരിക്കുള്ള രൂപം കാണേണ്ടിയിരുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോകണ്ട, ഒന്ന് പോടോന്ന് പറയുന്നത് നമ്മുടെ ഭാസ്കരൻ. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നത് എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പോകണില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറഞ്ഞില്ല നമുക്കിന്ന് ഇവിടെ പോയേ പറ്റൂ, നമ്മൾ ആദ്യം തീരുമാനിച്ചതല്ലേ ഇവിടുന്ന് പോകാമെന്ന്, നിങ്ങളൊക്കെ വേഗമില്ല പുറപ്പെട് വേഗം നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നത് നമ്മുടെ സുഭാഷ് ഏട്ടൻ എല്ലാവരെയും കൂട്ടിയിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. നമ്മുടെ സുധീഷിനാണെങ്കിൽ കൈ അനക്കാൻ പറ്റില്ല, കൈ ഇങ്ങനെ കുടയുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി ചോദിക്കേണ്ടത് എന്താ നിങ്ങൾക്ക് പറ്റി, എന്താ പറ്റിയെന്ന് ചോദിക്കേണ്ടേ ഒന്നുമില്ല നിധി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കും നോക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് നിധി ഇങ്ങനെ ടീഷർട്ടൊക്കെ ഇങ്ങനെ വലിച്ച് നോക്കണ സമയത്ത് സുധീഷ് കാണിക്കാനൊന്നും കൂട്ടാക്കണില്ല. എന്തായാലും നമ്മുടെ നിധി നോക്കണ സമയത്ത് നല്ലൊരു ചതവ് പറ്റിയിട്ടുണ്ട് ആ തോളത്ത്. ആ പോയി ഇടിച്ചേൽ എന്തായാലും നിധി വേഗം പോയി ഉള്ളിൽ പോയിട്ട് ഓയിൽമെൻ്റ് ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുധീഷിനോട് പറയും കാണിക്കുക ഞാൻ പരട്ടി തരാമെന്ന് പറയുന്നത്. ആ സമയത്ത് സുധീഷ് പറയും തന്നോളൂ ഞാൻ പരട്ടിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി പറയുന്നുണ്ട് വേണ്ട കാണിക്കൂ ഞാൻ പരട്ടി തരാമെന്ന് പറഞ്ഞിട്ട് ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുധീഷാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. നിധി സുധീഷിനെ ഇങ്ങനെ പൊന്നു പോലെ നോക്കണോണ്ട് അവന് വലിയ സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവരും പുറപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പുറപ്പെട്ട് എല്ലാവരും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രാത്രിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് എത്തിയിട്ടും നമ്മുടെ ഹരീഷിനാണെങ്കിൽ ഒരു സന്തോഷവും ഇല്ല. ഹരീഷ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട് ഏട്ടാ ഞാൻ അപ്പോൾ വരാം, എനിക്ക് എന്തായാലും നീതുനൊന്ന് കണ്ടേ പറ്റൂ, ഞാൻ അപ്പോൾ പോയി കണ്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുന്നത് ഞാനും വരാടാന്ന് പറയുന്നുണ്ട്. സുധീഷിനെ കൂട്ടാതെ നിങ്ങളിപ്പോൾ വരുമൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് ഒറ്റയ്ക്ക് ബൈക്ക് എടുത്തിട്ട് പോകുന്നുണ്ട്. ബൈക്ക് എടുത്തിട്ട് പോയിട്ട് പുറത്ത് പോയിട്ട് നമ്മുടെ നീതുവിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് നീതുവിൻ്റെ ഫോൺ വിളിക്കുന്നുണ്ട്. നീതു അപ്പോഴും ഹരീഷിനെ കളിയാക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടീനെ കാണാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഫോൺ കട്ടാക്കിയിട്ട് നീതുവിൻ്റെ വീട്ടിൽ പോയിട്ട് നീതു എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛൻ വന്നിട്ട് നമ്മുടെ ഹരീഷിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഹരീഷിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഹരീഷിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം കണ്ടിട്ട് നമ്മുടെ സുധീഷും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.